നിലനിൽപ്പ് എന്ന് പറയാൻ വയ്യ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ശ്വസിച്ചു പോരുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനങ്ങനെയാണ് കാണുന്നത്. അല്ല കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവും. അതിലൂടെ നമുക്കൊരു നിലപാടുണ്ടാവും എന്ത് കാര്യത്തെക്കുറിച്ചും. പറഞ്ഞൊരു വാക്ക് വലിയ വാക്കാണ്. ഒരു ചായ കുടിച്ചാൽ പോലും അവൻ പാർട്ടിക്ക് പുറത്താണ്. ഈ പറയുന്ന അസൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. സ്വാതന്ത്ര്യ പാർട്ടിക്കകത്ത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പാർട്ടിക്കകത്ത് കൃത്യമായി മറ്റേത് പാർട്ടികളെക്കാളും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടി. ഒക്കെ അപ്രിയമാണെങ്കിലും ശരി, അദ്ദേഹം അത് തുറന്നു പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതാണ്. പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്നൊരു വിജയം, ഒരു മാജിക്ക് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഭാരത് ജോഡോ യാത്ര. കേരള സദസ്സ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു യാത്രയുമായിട്ട് കോൺഗ്രസ് വന്നിരുന്നു. വലിയ പരാജയമാണ് സംഭവിച്ചത്. ഏത് യാത്ര? അങ്ങനെയാണെങ്കിൽ ആ ഇലക്ഷൻ സമയത്തൊക്കെ താങ്കളുടെ ഒരു പരാജയം ഉണ്ടാകുമായിരുന്നു. കോൺഗ്രസ് അതിന് തയ്യാറാണ്. കാരണം ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി വരിക എന്നതല്ല കോൺഗ്രസിന്റെ ഉദ്ദേശം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആര്യാടൻ ഷൗക്കത്ത്. നമുക്കറിയാം, രാഷ്ട്രീയമായിട്ടും സിനിമാ മേഖലയിലും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിന്ന് കുറച്ച് രാഷ്ട്രീയമാണ് മെയിനായിട്ട് അറിയേണ്ടത്, അതിനോടൊപ്പം സിനിമയും. വെൽക്കം. നമസ്കാരം. കുറെ ആയി ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നടന്ന് പിടിത്തം തരാതെ മാറി നടക്കുകയായിരുന്നു. ഞാനിങ്ങനെ ആദ്യം ഹൈദരാലി പറഞ്ഞ സമയത്തൊക്കെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുമായിട്ട് എനിക്ക് മാറിപ്പോയി. അതുകൊണ്ടാണ് വൈകിയത്. നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ താങ്കളുടെ ഒരു ഭാഷയാണ് അല്ലെ, രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു നിലനിൽപ്പാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? നിലനിൽപ്പ് എന്ന് പറയാൻ വയ്യ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ശ്വസിച്ചു പോരുന്ന ഒരു കാര്യം കൂടിയാണ്. വാസ്തവത്തിൽ എൻ്റെ ബാല്യം തൊട്ട് എൻ്റെ വീട്ടിലെ രാഷ്ട്രീയമാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഞാൻ ശ്വസിക്കുന്ന ഓരോ വായുവിലും ഈ രാഷ്ട്രീയമുണ്ട് വാസ്തവത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഉണ്ടാവുക എന്നതും കൂടിയാണല്ലോ വാസ്തവത്തിൽ. നമുക്ക് ഒരു കാര്യങ്ങളിൽ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ ദേശത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും. ഞാനതിനങ്ങനെയാണ് കാണുന്നത്. അല്ല കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവും. അതിലൂടെ നമുക്കൊരു നിലപാടുണ്ടാവും എന്ത് കാര്യത്തെക്കുറിച്ചും. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സമായിട്ടുണ്ടോ കോൺഗ്രസിൽ താങ്കൾക്ക് എനിക്ക് സ്വയം വിലയിരുത്തുമ്പോൾ താങ്കൾ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും, ഒരു രാഷ്ട്രീയം എന്ന് പറയും. ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പലയിടങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ താങ്കൾക്ക് ഒരു വേദന ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണമായി പലസ്തീൻ റാലി അല്ലെ, ഒരു അച്ചടക്ക സമിതിക്ക് മുമ്പിൽ പോയി നിൽക്കേണ്ട വന്നു, കൈകെട്ടി നിൽക്കേണ്ടതായി വന്നു. എന്തിനാണ് അങ്ങനെ നടത്തിയെന്ന് ചോദിക്കാൻ വന്നു. അസൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഓർക്കുന്നു. പിണറായി വിജയന്റെ ഒരു സംഭവമായിട്ട് ഒരു ചായ കുടിച്ചാൽ പോലും അവൻ പാർട്ടിക്ക് പുറത്താണ് എന്നാണ് അസൻ പറഞ്ഞത്. അസൻ പറഞ്ഞൊരു വാക്ക് വലിയ വാക്കാണ്. ഒരു ചായ കുടിച്ചാൽ പോലും അവൻ പാർട്ടിക്ക് പുറത്താണ്. ഈ പറയുന്ന അസൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അല്ല, ഈ പലസ്തീൻ റാലിയുമായി സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, പലസ്തീൻ റാലി പാർട്ടിയുടെ അഭിപ്രായം വളരെ കൃത്യമാണതിൽ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് ആദ്യം മുതലേ പലസ്തീനു വേണ്ടി വാദിച്ച, ലോകത്ത് തന്നെ വാദിച്ച ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. ലോകത്ത് തന്നെ സാമ്രാജ്യത്വ ശക്തികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഈ പലസ്തീന് വിരുദ്ധമായി ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കാൻ നിന്നപ്പോഴും അതിനെ ലോകത്ത് ആദ്യമായി എതിർത്തത് നെഹ്റുവാണ്, കോൺഗ്രസ്സാണ്. 1936 തന്നെ AICC സമ്മേളനത്തിൽ പലസ്തീന് വേണ്ടിയുള്ള റെസൊല്യൂഷൻ അവതരിപ്പിച്ചതാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് സ്വാഭാവികമായും പലസ്തീനെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് കോൺഗ്രസ്സിനുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഈ റാലി നടത്താനൊക്കെ വൈകിപ്പോയി എന്നൊരു കാരണമാണ് വാസ്തവത്തിൽ പാർട്ടി അങ്ങനെ നടത്താത്തത് കൊണ്ടാണ് അന്ന് ആര്യാടൻ ഫൗണ്ടേഷൻ റാലി നടത്തേണ്ടി വന്നതും കാര്യങ്ങളൊക്കെ. എന്തായാലും അത് പിന്നീട് പാർട്ടിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ അവിടെ ക്ലോസ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ക്ലോസ് അവിടെ പോയി നിൽക്കേണ്ട ഒരു നിലയിലേക്ക് എന്തുകൊണ്ട് പാർട്ടി അന്ന് ഇത് മനസ്സിലാക്കിയില്ല? ആര്യാടൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അവിടെ ഒറ്റയ്ക്കൊരു പോരാട്ടം,
കോൺഗ്രസിനെ വെല്ലുവിളിച്ചൊരു പോരാട്ടം നടത്തിയെന്നാണ് അവർ വിലയിരുത്തിയത് എന്നാണ് ഞാൻ അറിഞ്ഞത്, വിലയിരുത്തിയത്. അത്തരമൊരു വെല്ലുവിളി നടത്താൻ മാത്രം ആര്യാടൻ ഷൗക്കത്ത് വളർന്നോ? കോൺഗ്രസിന്റെ ഉള്ളിൽ ചില ആളുകൾ താങ്കളുടെ പിതാവാണ് എല്ലാം, മലപ്പുറത്തെ ഒരു ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, ഞാൻ ആ പുള്ളിയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളർത്തിവെച്ച പ്രസ്ഥാനം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമായിരുന്നു അന്ന് കോൺഗ്രസ് പ്രവർത്തകർ. ആ ഒരു പവറിലേക്ക് ഷൗക്കത്ത് എത്തുമെന്നൊരു ഭയം കോൺഗ്രസിലെ ആളുകൾക്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റു പാർട്ടികളെയൊക്കെ അപേക്ഷിച്ചാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്, മറ്റേത് പാർട്ടിയിലാണെങ്കിലും. ഇത് പാർട്ടിക്കകത്തും, കാരണം DCC ഒരു റാലി നടത്തി അതിന് ശേഷമാണ് നമ്മൾ നടത്തുന്നത് എന്നൊരു ധാരണ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാണ് ആദ്യം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചതും, ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിച്ചതും. അതിന് ശേഷമാണ് DCC നടത്തിയത്. ഞങ്ങൾ DCC ആയിട്ട് സഹകരിച്ചുകൊണ്ടാണ് പിന്നീട് നടത്തിയതൊക്കെ. അതൊക്കെ പിന്നീട് പാർട്ടിക്ക് ബോധ്യമായപ്പോൾ അതനുസരിച്ചാണ് തീരുമാനങ്ങൾ ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊരു സംശയവും കാര്യത്തിലില്ല. സ്വാതന്ത്ര്യ പാർട്ടിക്കകത്ത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പാർട്ടിക്കകത്ത് കൃത്യമായി മറ്റേത് പാർട്ടികളെക്കാളും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്തായാലും അത് കൂടിപ്പോയോ? ഇല്ല, അങ്ങനെയില്ല. അത് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ തർക്കിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്തായാലും പാർട്ടി അത് കൃത്യമായി വിലയിരുത്തി, പാർട്ടി അതിൻ്റെ കാര്യങ്ങൾ, തീരുമാനങ്ങൾ പറഞ്ഞു. അതവിടെ തീർന്ന ഒരു ക്ലോസ് ചെയ്താണ്. ഈ പറഞ്ഞ പോലെ പിതാവ് ഒരു മുസ്ലിം ലീഗ്, മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാവുന്ന ഒരു കോട്ടയാണ്. അവിടെ പിതാവ് എന്നും വെല്ലുവിളിച്ച് നിന്നത് മുസ്ലിം ലീഗിനെയായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ചാനലിൽ നിൽക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരു വെല്ലുവിളിച്ച് നിന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് താങ്കൾ വരുന്നു, അല്ലെ? അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് തന്നെയാണ് താങ്കൾ വരുന്നതും. ഇപ്പോഴും ലീഗുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അവിടെ വാസ്തവത്തിൽ ഈ പിതാവ് ലീഗിനെ വെല്ലുവിളിച്ചു നിന്നു എന്ന് പറയുന്നത് ശരിയല്ല. കോൺഗ്രസിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് ഓരോ കാര്യത്തിലും. ആ അഭിപ്രായങ്ങൾ ഫാദർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലതൊക്കെ ലീഗ് വേറൊരു പാർട്ടിയല്ലേ, സ്വാഭാവികമായി മറ്റൊരു പാർട്ടിയായി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം, എല്ലാ അഭിപ്രായങ്ങളും ലീഗിനും യോജിക്കാൻ കഴിയില്ല, ലീഗിൻ്റെതായ എല്ലാ അഭിപ്രായങ്ങളും കോൺഗ്രസിന് യോജിക്കാൻ കഴിയില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഫാദർ തുറന്നു പറയാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഫാദർ കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും കോൺഗ്രസിൻ്റെ നയങ്ങളും കൃത്യമായി തുറന്നു പറയും. മറ്റു ചിലരൊക്കെ ചിലപ്പോൾ അത് പറയാൻ മടിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പിതാവ് ലീഗിനെതിരാണ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്കുള്ള വ്യാഖ്യാനം വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന് കൃത്യമായി പറയാനുള്ളത് അത് ആർക്കൊക്കെ അപ്രിയമാണെങ്കിലും ശരി, അദ്ദേഹം അത് തുറന്നു പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ നയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിൻ്റെ നയങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ, കോൺഗ്രസിൻ്റെ സ്വത്വവും ഐഡൻറ്റിറ്റിയും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി അത് ആരുടെ മുന്നിലും തുറന്നു പറയാനുള്ളൊരു ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചിരുന്നു. അപ്പോൾ പല അഭിപ്രായങ്ങളും ചിലപ്പോൾ ലീഗേറ്റ് എതിരഭിപ്രായങ്ങളുള്ളതുണ്ടാവും. അത്രമാത്രമാണ്. അല്ല ലീഗിനെ എതിർക്കുക, ലീഗിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന രൂപത്തിലേക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ തോന്നുന്നില്ല. അല്ല, അത്തരം ഒരു കാഴ്ചപ്പാട് അന്ന് സംസാരങ്ങളായപ്പം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വരവ് ലീഗ് ഭയപ്പെടുന്നത് കൊണ്ടാണോ പല എതിർപ്പുകളും വരുന്നത് പല കാര്യങ്ങളിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ലീഗ് അങ്ങനെ ഞാൻ വരുന്ന കാര്യത്തിൽ ലീഗ് ഭയപ്പെടേണ്ട കാര്യമില്ല. അതെനിക്ക് തോന്നുന്നില്ല. ഞാൻ വരുന്ന കാര്യത്തിൽ ലീഗ് അങ്ങനെ ഒരു ഭയം ഉണ്ടെന്നോ, മാത്രമല്ല ലീഗ് നല്ല മാസ് ബേസുള്ള ഒരു മലപ്പുറം ജില്ലയിൽ പല കാര്യങ്ങളും എനിക്ക് തോന്നി ലീഗ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ലീഗ് വളരെ കൃത്യമായി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ഷൻ സമയത്തൊക്കെ താങ്കൾ ഒരു പരാജയം ഉണ്ടാവുമായിരുന്നു? അല്ല, ലീഗിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇല്ല, ലീഗ് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. ലീഗിന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തർക്കമില്ല. അവിടെ എന്താണ് പാളിച്ച വന്നത്? ലീഗിന് ചെയ്യാനുള്ള വോട്ടുകളെല്ലാം ചെയ്തു. അപ്പൊ കോൺഗ്രസിലുള്ള വിള്ളലാണോ? അല്ല, അങ്ങനെയല്ല. അത് എന്നെക്കാളും വോട്ട് അൻവറിന് കിട്ടിയ അത്രേ ഉള്ളൂ. അതിൽ എനിക്കത് അത്രേ തോന്നിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പരമ്പരാഗതമായി ഫാദറിന് കിട്ടുന്ന കുറച്ച് വോട്ടുണ്ടായിരുന്നു. അത് ഒരു UDF വോട്ടല്ല, അതിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങളുള്ള വോട്ട്, പിന്നെ കുറച്ച് കമ്മ്യൂണിറ്റിയുടെ വോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അവിടെ യഥാർത്ഥത്തിൽ നിലമ്പൂരുടെ പരാജയത്തിൻ്റെ കാരണം 2009 ഡീലിമിറ്റേഷൻ.
ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ UDFന്റെ 3 പ്രബല പഞ്ചായത്തുകൾ മാറി. ചാലിയാർ എന്ന് പറഞ്ഞ പഞ്ചായത്ത് ഏറനാട്ടിലേക്ക് പോയി. പിന്നെ കാളികാവ് എന്ന് പറയുന്ന പഞ്ചായത്ത് 3000-3500 വോട്ട് മിനിമം ലീഡ് കിട്ടുന്ന പഞ്ചായത്താണ്. ചോക്കാട് 3000 വോട്ട് ലീഡ് കിട്ടുന്ന പഞ്ചായത്താണ്. ഈ 3 പഞ്ചായത്തുകളും 2 പഞ്ചായത്തുകൾ ചോക്കാടും കാളികാവും വണ്ടൂരിലേക്ക് പോയി. ഈ ചാലിയാർ എന്ന് പറയുന്ന പഞ്ചായത്ത് PK ബഷീറിൻ്റെ ഏറനാട്ടിലേക്കും പോയി. പകരം ഒരു പഞ്ചായത്ത് വന്നിട്ടുമില്ല, കൂടിയിട്ടുമില്ല. അവിടെ വന്നപ്പോഴാണ് വോട്ടിങ്ങിൽ ഒരു വലിയ വ്യത്യാസം വന്നത്. കാരണം 2011 തെരഞ്ഞെടുപ്പിൽ തന്നെ ഫാദർ അവസാനം ജയിക്കുന്ന 5000 ചില്ലാനം വോട്ടിനാണ്. ഇത് മാറിക്കഴിഞ്ഞപ്പോൾ 5000 ചില്ലാനം വോട്ടിൻ്റെ മാർജിനേ എവിടെയുള്ളൂ. അവിടെ പിന്നെ ഫാദറിന് കിട്ടുന്ന കുറച്ച് നോൺ പൊളിറ്റിക്കൽ വോട്ട് എനിക്ക് കിട്ടിയില്ല. ഫാദറിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട്. പിന്നെ ആ സമയത്തുണ്ടായിരുന്നൊരു പൊളിറ്റിക്കൽ സിനാരിയോ, അന്ന് ഉണ്ടായിരുന്നൊരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് UDFന് അനുകൂലമല്ലായിരുന്നു, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ. ഇതെല്ലാം കൂടി ആയപ്പോഴാണ് വാസ്തവത്തിൽ എൻ്റെ പരാജയത്തിന് കാരണം. നിലമ്പൂരിൽ അൻവറിനെ തളച്ചിടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ കോൺഗ്രസിന് ഇനി? അല്ല, അൻവറിനെ തളച്ചിടുക എന്നുള്ളതല്ല, അത് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ണാണ്, യാതൊരു സംശയവുമില്ല. കാരണം അന്ന് ഈ 2016 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വലിയ പിന്നെ പരാജയത്തിന്, കേരളം ആകെ ഉണ്ടായ ഒരു പരാജയത്തിന് കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ. നിരപരാധികളായ ഉമ്മൻചാണ്ടി സാറിനെ അടക്കം നിരവധി ആളുകൾ, എൻ്റെ പിതാവിനെ അടക്കം നിരവധി ആളുകളെ പല കേസുകളും പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ചുണ്ടാക്കി ആ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയൊരു ജനങ്ങളെ അണിനിരത്താൻ, ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതൊക്കെ കൂടിയാണ് വാസ്തവത്തിൽ അന്ന് ഉണ്ടായത്. കോൺഗ്രസിൽ ഇപ്പോഴത്തെ ഇഷ്യൂസ്, കോൺഗ്രസിൽ എനിക്കിപ്പോൾ തോന്നുന്ന ഗ്രൂപ്പുകൾ അന്നും ഇന്നുമുണ്ട്. കോൺഗ്രസിനൊരു നാഥനില്ലാതെ ആകുന്നത് പോലെ എനിക്ക് തോന്നും. അല്ലെങ്കിൽ നാഥന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. KPCC പ്രസിഡന്റ് ഒരു വഴിക്ക് യാത്ര, പ്രതിപക്ഷ നേതാവ് വേറെ വഴിക്ക് യാത്ര, നേരിൽ വിളിച്ചിരിക്കുന്നു, അവിടെ വെച്ച് തന്നെ പിരിയുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു വലിയൊരു അധപ്പതനത്തിന് കാരണമാവുന്നില്ലേ? ഇല്ല, പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏത് പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പാർട്ടി ഒരു പരിപാടി അംഗീകരിച്ചാൽ അതിന് വിജയിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് പാർട്ടിയിലും പിന്നെ ഇല്ലാതിരിക്കില്ല. കാരണം ഓരോരുത്തർക്ക് വ്യക്തിപരമായി ഓരോ നിലപാടുകൾ ഉണ്ടാവാം. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനത്തിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ VD സതീശനും KPCC പ്രസിഡന്റും ഒരുമിച്ചാണ് ജാഥ നയിക്കാൻ പോകുന്നത്. 9-ാം തീയതി ജാഥ തുടങ്ങാൻ പോകുന്നു. പിന്നെ സമരാഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് നിന്ന് ജാഥ നയിക്കാൻ പോവാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്നും ഉണ്ടാവില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, മഹാത്മാഗാന്ധി പറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത്. മഹാത്മാഗാന്ധി നിർത്തിയ സ്ഥാനാർത്ഥി, അദ്ദേഹം പിന്തുണച്ച സ്ഥാനാർത്ഥിയെ തോപ്പിച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത്. കോൺഗ്രസ്സിൽ എക്കാലവും കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പറയാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നെഹ്റുവിൻ്റെ ഒരു ലൈൻ, ശാസ്ത്ര വീക്ഷണങ്ങളിൽ അടിസ്ഥാനമാക്കി നെഹ്റുവിൻ്റെ ഒരു ലൈൻ, പട്ടേലിൻ്റെ ഒരു ലൈൻ, ഗാന്ധിജിയുടെ ഒരു ലൈൻ, ആസാദിൻ്റെ ഒരു ലൈൻ. പക്ഷേ ഇതെല്ലാം കൂടി ഒന്നാകുമ്പോഴാണ് കോൺഗ്രസ് ആവുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷെ ഇതെല്ലാം കൂടി ഒന്നാകുമ്പോഴാണ് കോൺഗ്രസ് ആവുന്നത്. അത് കോൺഗ്രസ്സിന് മാത്രമേ അങ്ങനെ കഴിയൂ വാസ്തവത്തിൽ. അപ്പോൾ പിന്നെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും പാർട്ടി ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ നിലപാടിൻ്റെ കൂടെ നിൽക്കാൻ എല്ലാവർക്കും കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അനുസരിച്ച് നിസ്സാര കേസുകളാണ് മൈക്ക് പിടിച്ചു മാറ്റുക, അത് ഞാൻ പറയുന്ന കേസ്. പക്ഷെ അണികൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക വരില്ലല്ലേ? താങ്കളെപ്പോലുള്ള ഒരു സീനിയർ നേതാവും കൂടിയാണ് ഇപ്പോൾ. അല്ല, പിന്നെ ഞാൻ പറയുന്നത് അണികൾക്കുള്ളിൽ ഇപ്പം അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ. കാരണം പിന്നെ പൊതുവായ കാര്യങ്ങളിൽ അണികളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയം വളരെ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം എന്താ വെച്ചാൽ ഇത്രമാത്രം കേരളം ദുസ്സഹമായൊരവസ്ഥാവിശേഷത്തിൽ അതിനെതിരെ ശക്തമായി നിലപാടുകളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മറ്റ് ചില കാര്യങ്ങളിലൊന്നുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അതൊക്കെ പിന്നെ വളരെ സെൻസിറ്റീവാക്കി മാധ്യമങ്ങളും ബാക്കിയുള്ളവരും മറ്റു പാർട്ടികളും ഒക്കെ കൊടുക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഏറ്റവും വില കൊടുക്കുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ മോദി അധികാരത്തിൽ വരാതിരിക്കാൻ, കാരണം ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഒക്കെ കഴിയുന്ന
ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി പ്രവർത്തകരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പ്രവർത്തകർക്ക് അത് ആഗ്രഹമുണ്ട്, പക്ഷെ അത് സഫലമാവുന്നില്ല എന്നാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് എന്തുകൊണ്ടാണ് ഒരു ഒരുമയോടുകൂടി പോകാൻ പല സമയത്തും എൻ്റെ കാഴ്ചപ്പാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന സമരങ്ങളും അവർ ചെയ്യുന്ന യാത്രകളും വിജയമാവുന്നു. നവകേരള സദസ്സ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു യാത്രയുമായിട്ട് കോൺഗ്രസ് വന്നിരുന്നു, വലിയ പരാജയമാണ് സംഭവിച്ചത്. ഏത് യാത്ര? ഒരു വിചാരണ സദസ്സ് നടത്തി. അത് നമ്മൾ വലിയ പരാജയം സംഭവിച്ചു. വിചാരണ സദസ്സ് വാസ്തവത്തിൽ നമ്മളങ്ങനെ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയതല്ല. ഈ നവകേരള സദസ്സ് നമുക്കറിയാലോ, മിനിസ്റ്റർ ഇവര് നടത്തിയത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് നിർബന്ധമായി നിങ്ങൾ ഹാജരാവണം, അവിടെ വെച്ചാൽ നിങ്ങൾ അറ്റൻഡൻസ് എടുക്കുന്നത്. അംഗനവാടി ടീച്ചർമാർ, ആശാ വളണ്ടിയർമാർ, തൊഴിലുറപ്പ് പ്രവർത്തകർ നിർബന്ധമായും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്കേജ് ലോൺ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സദസ്സുണ്ടാക്കുക. കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണി അങ്ങനെയല്ല സദസ്സുണ്ടാക്കിയത്, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു വിചാരണ സദസ്സ് നമ്മളുണ്ടാക്കിയത് കൃത്യമായി നമ്മുടെ നിയോജകമണ്ഡല തലങ്ങളിൽ വളരെ ചെറിയൊരു ഓർഗനൈസിങ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത യാത്ര വരുന്നുണ്ട്. യാത്ര നമ്മളൊരു വലിയ പരിപാടിയാക്കിയിട്ടാണ് മാറ്റുന്നത്, യാതൊരു സംശയവും കാര്യത്തിലില്ല. കോൺഗ്രസിൻ്റെ യാത്ര പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കൂടി ഒരുമിച്ച് നടത്തുന്ന യാത്ര 9-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. അത് വളരെ മാത്രമല്ല, കോൺഗ്രസ് നടത്തിയ വലിയ യാത്രകളൊക്കെ വലിയ വിജയമായിരുന്നല്ലോ. ഏത് യാത്ര വിജയിക്കാതിരുന്ന കഴിഞ്ഞ കാലത്തൊക്കെ നടത്തിയ യാത്രകളിലൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഇത് സദസ്സ് പരാജയപ്പെട്ടിരുന്നു. അല്ല, സദസ്സ് വേണ്ട എന്ന് വെക്കേണ്ട വന്നു പിന്നീട്. അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്, എല്ലാ നിയോജകമണ്ഡലത്തിലും സദസ്സ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്ത് കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കിയുള്ള സദസ്സല്ലല്ലോ നമ്മൾ നടത്തിയത്. നമ്മൾ സാധാരണ നിയോജകമണ്ഡല തലത്തിലെ ആളുകളെ മാത്രം കൂട്ടിയിരുത്തി UDFൻ്റെ ആളുകൾ മാത്രം സംഘടിച്ച് നടത്തിയ ഒരു സദസ്സാണ്. അല്ലാതെ മറ്റുള്ള രൂപത്തിൽ നടത്തിയ ഒരു സദസ്സല്ലല്ലോ അത്, അതിൽ തർക്കമില്ല. ദേശീയ തലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം കോൺഗ്രസ് ഉണ്ട് അല്ലേ? 2 നിയോജകമണ്ഡലം പോയി, ഉണ്ടായിരുന്നത് പോലും നഷ്ടപ്പെട്ടു. 2 സംസ്ഥാനങ്ങൾ പോയി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ദേശീയ തലത്തിൽ 3-ാം മുന്നണിക്ക് ഒരു പ്രസക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ നയിക്കാൻ പോകുന്ന ആളുകളുടെ പേര് വരെ പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷെ ഈ 3-ാം മുന്നണിക്ക് ഒരു ശക്തമാകാൻ കഴിയും. 3-ാം മുന്നണി ഇല്ലല്ലോ, ശക്തമാകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത്, BJP അധികാരത്തിൽ 2014 മുതൽ 2019 BJP അധികാരത്തിൽ വന്നത് ആകെ 39% വോട്ട് നേടിക്കൊണ്ടാണ്, ടോട്ടൽ വോട്ടിൻ്റെ. ഈ BJP ബാക്കിയുള്ള 61% വോട്ട് ഇപ്പുറത്താണുള്ളത്, ഒരു സംശയവും കാര്യത്തിലില്ല. മാത്രമല്ല, അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് നിർത്താനുള്ളൊരു സംവിധാനമില്ലായിരുന്നു എന്നതാണ്. കാരണം നേരത്തെയൊക്കെ അറിയാം, കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, BJP മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു, ഇടതുപക്ഷ കക്ഷികളും ഇവിടുത്തെ പഴയ സോഷ്യലിസ്റ്റുകാരും ഇപ്പോഴത്തെ ദള്ളുകാരും അവർ കൂടി ഒരു 3-ാം മുന്നണിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു 3-ാം മുന്നണിയായിരുന്നു നമ്മുടെ VP സിംഗിൻ്റെ, ദേവഗൗഡയുടെ, IK ഗുജ്റാളിൻ്റെ ഒക്കെ പ്രധാനമന്ത്രിമാരാക്കിയത്. അങ്ങനെയായിരുന്നു. ഇപ്പം 3-ാം മുന്നണിക്ക് രക്ഷയില്ല എന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമായി. BJP അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് വളരെ കൃത്യമായി ബോധ്യമായി. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും മതനിരപേക്ഷ കക്ഷികളും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണിക്ക് ഇനി രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് കോൺഗ്രസിനെ ഇതേവരെ എതിർത്തിരുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമായി. നിതീഷ് കുമാറിന് ബോധ്യമായി, മമതാ ബാനർജിക്ക് ബോധ്യമായി, ബാക്കിയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും ബോധ്യമായി കോൺഗ്രസ് ഇല്ലാതെ രക്ഷയില്ല എന്നുള്ളത്. അപ്പോൾ വിശാലമായൊരു മുന്നണി രൂപീകരിച്ചു. ആ മുന്നണിക്ക് ഇന്ത്യ എന്നൊരു ചുരുക്കപ്പേരിട്ടു. അത് വളരെ കൃത്യമായി, കാരണം ഈ വോട്ടുകളൊക്കെ നമുക്ക് ക്രമീകരിക്കാനും ഏകോപിപ്പിക്കാനും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഇപ്പം നിങ്ങൾ 5 സംസ്ഥാനത്ത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു.
5 സംസ്ഥാനത്ത് പരാജയപ്പെട്ട് ഈ 5 സംസ്ഥാനത്തും കൂടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കറിയോ? കോൺഗ്രസിനാണ്. കോൺഗ്രസ് 4,92,00,000 വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ BJPക്ക് ഈ 5 സംസ്ഥാനത്തും കൂടി ലഭിച്ചത് 4,82,00,000 വോട്ടാണ്. 10 ലക്ഷം വോട്ട് BJPയെക്കാളും കോൺഗ്രസിനാണ് ലഭിച്ചത്. മാത്രമല്ല മധ്യപ്രദേശ് എടുത്താൽ ഞാൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെങ്കിലും മധ്യപ്രദേശിൽ 2018 കോൺഗ്രസിന് 40% വോട്ടാണെങ്കിൽ ഇപ്രാവശ്യം കോൺഗ്രസ് ലഭിച്ചത് 40.4% വോട്ട്. രാജസ്ഥാനിൽ 2018 39.3% വോട്ടാണെങ്കിൽ ഇപ്രാവശ്യം കോൺഗ്രസിന് ലഭിച്ചത് 39.5% വോട്ട്. ഛത്തീസ്ഗഡിൽ 42.34% 2018 ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 42.23% കുറവാണുള്ളത്. അപ്പോൾ അതേ വോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് BJPയെക്കാളും വോട്ട് ലഭിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ സാന്നിധ്യമോ കോൺഗ്രസിൻ്റെ പോരാട്ടമോ കോൺഗ്രസിൻ്റെ പിന്തുണക്കോ കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറക്കോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി അതേസമയം നിങ്ങൾ ബംഗാളൊന്ന് എടുത്തു വയ്ക്കൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബംഗാളിൽ 2011 10 വർഷം മുൻപ് ബംഗാളിൽ നടന്ന ഇലക്ഷനിൽ 2011 ഇലക്ഷനിൽ 176 സീറ്റും 60% വോട്ടും ലഭിച്ച പാർട്ടിയാണ് ഇടതുപക്ഷം 2011. അത് 5 വർഷം കഴിഞ്ഞ് 2016 ആയപ്പോൾ 26 സീറ്റും 19.7% വോട്ടുമായി. അത് 2021 എത്തിയപ്പോൾ 0 സീറ്റും 4.93% വോട്ടുമായി. അതായത് 10 വർഷം കൊണ്ട് 60% നിന്ന് 4.93% എത്തി. 0 സീറ്റുമായി. കോൺഗ്രസിന് ഈ സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനൊരു ദുര്യോഗം ഇന്നേവരെ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഇപ്പം 2019 ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെങ്കിലും കോൺഗ്രസ്സിന് 20 ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോയാൽ അതിൽ ഒരാൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്ത്. 20% വോട്ട് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ. മാത്രമല്ല ഇത് കൃത്യമായി ബോധ്യമായി മറ്റുള്ള കക്ഷികൾക്ക്. ഇപ്പോഴത്തെ സൗത്തിൽ തന്നെ നോക്കാം. ഇപ്പോൾ കോൺഗ്രസിനാകെ 52 MP-മാരുള്ളത്. ഈ സൗത്തിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏകദേശം 52 കിട്ടിയില്ലെങ്കിലും അതിനോടടുത്ത് പാർലമെൻറ്റ് മെമ്പർമാരെ കോൺഗ്രസ്സിന് മാത്രം ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് ഒരു വലിയ പ്രതീക്ഷ. അത് കോൺഗ്രസിൻ്റെ അസ്തിത്വത്തിനോ കോൺഗ്രസിൻ്റെ അടിത്തറക്കോ വലിയ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത് വളരെ നിരർത്ഥകമായ വാദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വോട്ടെന്തോരം കിട്ടിയാലും ജയമാണ് കാര്യം. അത് സത്യം. അത് ഹൈദരാലി പറഞ്ഞത് കറക്റ്റാണ്. അത് സംശയമില്ല. വോട്ട് കിട്ടിയോണ്ട് ജയം ഉണ്ടാവില്ല. 5 സംസ്ഥാനം പോയി എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന് 2 സംസ്ഥാനം കൂടെ പോകുമെന്ന് പറഞ്ഞപ്പോഴേ അതെ ബംഗാളിലെ കാര്യം അവർ അംഗീകരിക്കും. അത് ഞാനും അംഗീകരിക്കും. ബംഗാളിലെ കാര്യം ഇടതുപക്ഷവും അംഗീകരിക്കുന്നു. പരാജയമാണ്. അപ്പോഴും ഇവിടെ കോൺഗ്രസ് പറയുന്നു, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെയാണ് കോൺഗ്രസ് മറ്റു നേതാക്കൾ അവിടെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് വർധനവുണ്ടായി. എന്തർത്ഥം, എന്താ അടിസ്ഥാനമാണുള്ളതെന്ന് ഒരു ചോദിച്ചെന്നെ അവിടെ ബാക്കി നിൽക്കുന്നത്. അതല്ല ഞാൻ പറയുന്നത്, ചെറിയ പെർസെന്റേജ് വോട്ട് വർദ്ധിക്കുകയാണ്. അതാണ് ഈ 3 സംസ്ഥാനങ്ങൾ വർദ്ധിച്ചിട്ടും. അതായത് കോൺഗ്രസിൻ്റെ ഈ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെല്ലാം നഷ്ടപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നേ പറഞ്ഞത്. ബംഗാളിൽ സംഭവിച്ച പോലെ, ത്രിപുരയിൽ സംഭവിച്ച പോലെ ഇവിടെ കേരളത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ അതിൽ മാത്രം ആശ്വാസം ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അത് കൃത്യമാണ്. പക്ഷെ അവിടെയും ഒരു ചോദ്യചിഹ്നം ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം ഈ 3ാം മുന്നണി തന്നെയാണ് പറയപ്പെടുന്നത്. 2ാം മുന്നണി താങ്കൾ പറയുന്നു. ഇതിനൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ അല്ലേ, അത് വേണമല്ലോ. അവിടെയും ഒരു യോജിപ്പില്ലാതെ പോകുന്നില്ല ഈ മുന്നണിയിൽ. ഇല്ല അതിൽ എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം മമതാ ബാനർജി എന്ന പേര് പരാമർശിക്കുന്നത് ചെയർമാനായിട്ട് ഖാർഗെയുടെ പേര് മമതയാണ് നിർദ്ദേശിക്കുന്നത്. കോൺഗ്രസ് വരെ എപ്പോൾ ചെയർമാനെ തീരുമാനിക്കണ്ട, കൺവീനറും കൂടി ആയിട്ട് തീരുമാനിച്ചാൽ മതി. കൺവീനർ കാര്യത്തിൽ ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൺവീനറും കൂടി വന്നിട്ട് കൺവീനറുടെ പേരും ചെയർമാൻ്റെ പേരും ഒരുമിച്ച് അനൗൺസ് ചെയ്താൽ മതി. കോൺഗ്രസ് ആണ് പറയുന്നത്. അതൊക്കെ പരിഹരിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു വാസ്തവത്തിൽ ഇതൊരു ബൗദ്ധിക നിയമം കൂടിയാണ്. കാരണം ഇതുപോലെ 1947
കോൺഗ്രസിന് 47 കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിലും ഈ പിന്നെ ഇവരൊക്കെ അടങ്ങുന്ന പിന്നെ നെഹ്റു പ്രധാനമന്ത്രിയായി അധികാരത്തിലേറ്റിട്ട് 47 മുതൽ 2014 വരെയുള്ള ഒരു ഇന്ത്യയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് 2014 മുതൽ നമ്മൾ കാണുന്ന ഇന്ത്യ അല്ലേ. എല്ലാം ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുക. നമ്മുടെ കൊളീജിയം പോലും വേണ്ട, അതായത് ജഡ്ജിമാരെ പോലും ജസ്റ്റിസുമാരെ പോലും നിയമിക്കാൻ ഞങ്ങൾ നിയമിക്കുമെന്ന് പറയുന്നൊരവസ്ഥ സർക്കാർ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കാരണം പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കോടതികൾ ഉണ്ടാവണം. ഇലക്ഷൻ കമ്മീഷനിൽ അത് നിയമിക്കുന്നതിൽ അതിൻ്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വേണ്ട എന്നിവർ തീരുമാനിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ തീരുമാനിക്കുമ്പം സ്വാഭാവികമായും ഈ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചോ. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് 9ാം ക്ലാസ്സിലെ ചോദ്യ പേപ്പറിൽ കുട്ടികളോട് ചോദിച്ച ചോദ്യം, ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ചരിത്രത്തെ മാറ്റിമറിക്കുക, ചരിത്രത്തിൽ അപനിർമ്മിതി നടത്തുക, എല്ലാ പഴയ ജില്ലകളുടെ, രാജ്യങ്ങളുടെ, നഗരങ്ങളുടെ ഒക്കെ പേര് മാറ്റുക. ഇപ്പം നമുക്കറിയില്ല, അലഹബാദ് വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമല്ലേ അലഹബാദ്. കാരണം നെഹ്റു ആദ്യമായി മുനിസിപ്പൽ ചെയർമാനായത് അലഹബാദിൻ്റെ ചെയർമാനാണ്. നെഹ്റുവിൻ്റെ വലിയ വീട്, തറവാട് അലഹബാദിലാണ് ഉള്ളത്. അലഹബാദിലാണ് ഹൈക്കോടതി ഉള്ളത്. അലഹബാദ് കോടതി വിധി നമുക്കറിയാം. അലഹബാദ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണമായ ഭാവവും ഗന്ധവും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഉറവ പറ്റാത്ത സ്രോതസ്സായി നിലനിന്ന പ്രദേശം അലഹബാദ്. ആ അലഹബാദ് ഇന്നില്ല. അലഹബാദിൻ്റെ പേര് മാറ്റി പ്രയാഗ് രാജ്. ഫൈസാബാദ് ഇന്നില്ല. ഫൈസാബാദിൻ്റെ പേര് അയോധ്യ. മീററ്റ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൻ്റെ ജില്ല ഏറ്റവും രക്തസാക്ഷികളുണ്ടായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ, ആ ജില്ലയുടെ പേര് മാറ്റാൻ യോഗി ആദിത്യനാഥ് BJP നിർദ്ദേശിച്ച പേരെന്താണെന്നറിയോ? പണ്ഡിറ്റ് നാഥുറാം ഗോഡ്സെ നഗർ. ഗാന്ധിയെ വധിച്ച കശ്മലൻ്റെ പേരിൽ, ഗാന്ധിയെ വധിച്ച കാപാലികൻ്റെ പേരിൽ ഒരു ജില്ല പിറക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു ഗവൺമെൻറ് രാജ്യത്ത് നിലനിൽക്കുക. നിങ്ങൾ ആലോചിക്കുക. മാത്രമല്ല, ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ 12ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിൽ ഗാന്ധി വധത്തിൽ നിന്ന് ഗോഡ്സെയുടെ RSS ഗോഡ്സെയുടെ സംഘപരിവാർ ബന്ധങ്ങൾ ഇത് മുഴുവൻ അടർത്തി മാറ്റി. ഇപ്പം ഏതോ ഗോഡ്സെ, ഏതോ ഗാന്ധിയെ, ശാസ്ത്രത്തെ പോലും ഇല്ലാതെയൊക്കെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എടുത്തു മാറ്റി. പാരമ്പര്യം പഠിപ്പിച്ച്, പാരമ്പര്യവും പരിണാമവും എന്നാണ് ആ പാഠഭാഗത്തിൻ്റെ പേര്. അതിൽ നിന്ന് പരിണാമം എടുത്തു മാറ്റുക. നെഹ്റുവിനെ എടുത്തു മാറ്റുക. അബുൽ കലാം ആസാദൊക്കെ ആരാ നിങ്ങൾക്കറിയില്ലേ? ഈ രാജ്യത്തെ മതപരമായി വിഭജിക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ ആൾ അബുൽ കലാം ആസാദിനെ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റുക. അബുൽ കലാം ആസാദ് ജിന്നയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ക്യാ തൽവാർ സേ പാനി കട്ട് സക്താ ഹേ? സഹോദര, നിന്റെ ഏത് കത്തി കൊണ്ട് മുറിച്ചിട്ടാ നിനക്ക് ഇന്ത്യയെ 2ആയി കീറി മുറിക്കാൻ പറ്റുക? ഏത് കത്തി കൊണ്ടാ നിനക്ക് വെള്ളത്തെ മുറിക്കാൻ കഴിയില്ലെങ്കിൽ, ഏത് കത്തി കൊണ്ടാ നിനക്ക് വെള്ളത്തെ കീറി മുറിക്കാൻ പറ്റുക? വെള്ളത്തെ കീറി മുറിക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് ഇന്ത്യയും കീറി മുറിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആ അബുൽ കലാം ആസാദിനെ കേവലം ഒരു മതപരിവേഷം നൽകി മാറ്റുക. നിങ്ങൾ ആലോചിക്കുക, എങ്ങോട്ടാ നമ്മളെ രാജ്യം പോകുന്നത്? അല്ല, ഇത് ഇപ്പം അപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ നാട് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്തുള്ളവർക്ക് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്നത് ഒരു ബൗദ്ധിക നിയമമാണ്. ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിലേക്ക് രാജ്യത്തെ, മതാത്മകതയിലേക്ക് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ, രാജ്യം പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ, അവിടെ ഈ പറയുന്ന അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാം മറന്നുകൊണ്ട് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ രൂപപ്പെട്ടേ മതിയാവൂ. അതൊരു നിയമമാണ്. നിയമമാണ്. അവിടെ അത് കൃത്യമായി പറഞ്ഞു. അത് രൂപപ്പെടുമ്പോഴുള്ള തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ എങ്ങനെ മറികടക്കും? ആ തടസ്സങ്ങൾ മറികടക്കാനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ബംഗാളിലെ ചർച്ച, ബംഗാളിൽ അറിയാലോ, ബംഗാളിൽ കോൺഗ്രസ് ഏറ്റവും എതിർത്ത് നിൽക്കുന്ന മമതാ ബാനർജിയെ കൂടെ മത്സരിക്കാൻ, മമതാ ബാനർജിയും CPM കൂടെ മത്സരിക്കാൻ. കാരണം അവിടെ പ്രധാന ശത്രു ഡിമാൻഡ് വെച്ചു. അതെ, വലിയ ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് അംഗീകരിക്കണമെന്നില്ല. അല്ല, അതായത് കോൺഗ്രസിന് 2 MP-മാരാണ് ഇപ്പൊ ബംഗാളിലുള്ളത്. അപ്പൊ അത് എന്തായാലും തരാം, കൂടുതൽ ചോദിക്കരുത് എന്നൊക്കെ പറയുന്ന സംഗതികളാണ്. പക്ഷെ അതൊക്കെ ഡിസ്കഷനിൽ തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ബംഗാളും കേരളത്തിന് പൊളിറ്റിക്സ് വ്യത്യാസമാണല്ലോ. കാരണം ബംഗാളും കേരളത്തിൽ കുറച്ചും കൂടി വ്യത്യാസം. ബംഗാൾ BJPയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. ബംഗാളിൽ കേരളത്തിൽ BJPയുടെ ഒരു വലിയ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് വലിയ തീരാൻ നമുക്ക് ചർച്ചകളുടെ ഒന്നും കാര്യമില്ല CPM-ആയിട്ട്. ബംഗാൾ അങ്ങനെയല്ല. ബംഗാൾ ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ മമതാ ബാനർജി ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടി BJP-യാണ്. അപ്പോൾ അവിടെ BJPയുടെ വലിയൊരു സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്യും, യാതൊരു സംശയവുമില്ല. അല്ല, കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച ചെയ്തേ പറ്റുള്ളൂ ഈ മുന്നണി നിൽക്കണമെങ്കിൽ. തീർച്ചയായിട്ടും അതുണ്ടാവും, ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് അതിന് തയ്യാറാണ്. കാരണം ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി വരിക എന്നതല്ല കോൺഗ്രസിന്റെ ഉദ്ദേശം. കോൺഗ്രസ് കർണാടകത്തിൽ ദേവഗൗഡക്ക് പിന്തുണ കൊടുത്ത് എന്തിനാ കുമാരസ്വാമി മുഖ്യമന്ത്രിയാക്കാൻ പിന്തുണ കൊടുത്തത്? ആകെ 30 സീറ്റുള്ളൂ കുമാരസ്വാമിക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് അതിനേക്കാളും 10-60 സീറ്റ് ഉണ്ടായിട്ട് പോലും കുമാരസ്വാമിയെ പിന്തുണച്ചത് പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ വികാരത്തെ അവരൊക്കെ എതിർത്തിട്ടും കൊടുത്തത് എന്തുകൊണ്ടാണ്? എന്നാലും ഒരു BJP ഗവൺമെന്റ് വരാതിരിക്കാൻ. അപ്പോൾ കോൺഗ്രസ് അതിന് തയ്യാറാ. രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് രക്ഷിക്കാൻ അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് ഉണ്ടാവും. അതിന് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും കോൺഗ്രസ് തയ്യാറാണ്. മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു തിരിച്ചറിവും കൂടെ ഉണ്ട് കോൺഗ്രസ്. അല്ല, കോൺഗ്രസിന്റെ മണ്ണ് മാത്രമല്ലാന്ന് ഞാൻ ചോദിക്കുന്നതല്ല. ഈ കോൺഗ്രസ് അധികാരത്തിലില്ലാത്ത ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമെന്ന് അനുഭവിച്ചറിയുന്നില്ലേ ഇപ്പം എല്ലാവരും? ഇല്ലേ? അന്നേ കോൺഗ്രസ് പറയുന്നു 3ാം മുന്നണിയൊന്നും ഇന്ത്യയിൽ സാധ്യമല്ല. പല പരീക്ഷണങ്ങളും നടത്തി. അന്ന് ഇടതുപക്ഷം പറഞ്ഞ എന്താ? കോൺഗ്രസും വേണ്ട, BJP-യും വേണ്ട, 3ാം മുന്നണി എന്നാണ്. ആ 3ാം മുന്നണി എവിടെ ഇപ്പോൾ? അപ്പം കോൺഗ്രസ് രക്ഷയുള്ളൂ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളും ഒരുമിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിനുള്ള വിശ്വാസ്യത എത്രമാത്രം ഫലം കാണുന്നുള്ള ചോദ്യവും അവിടെ ബാക്കി നിൽക്കും. അല്ല, അതൊക്കെ ചർച്ചയിലൂടെയും അല്ലാതെയും പരിഹരിക്കപ്പെടും. ഇപ്പം നിങ്ങൾക്കറിയാലോ, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴോ 4000 ചില്ലാനം കിലോമീറ്റർ അദ്ദേഹം നടന്നാ പോയത്. ഇപ്പം അദ്ദേഹം വീണ്ടും യാത്ര നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നിനുമല്ല. അദ്ദേഹം പറയുന്നത് എന്താ? ഭാരത് ജോഡോ, ഇന്ത്യ ഒന്നാണ്, എല്ലാ മതക്കാരനെയും ജാതിക്കാരനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇന്ന് ഇന്ത്യയിൽ അതുപോലൊരു യാത്ര നടത്താൻ മറ്റാർക്ക് കഴിയും? കോൺഗ്രസ് ഒന്നുമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും ആ യാത്രക്ക് ലഭിക്കുന്ന ഒരു വലിയ എന്താ പറയുക പിന്തുണയുണ്ട്. ഞാൻ ആ യാത്രയിൽ കാശ്മീരിൽ പോയതാ. യാത്രയുടെ സമാപനത്തിലൊക്കെ കാശ്മീരിൽ പങ്കെടുത്ത. അങ്ങനെ മഞ്ഞിങ്ങനെ കോരിച്ചൊരിയുന്ന മഞ്ഞ. ആ മഞ്ഞത്തും ആളുകൾ, എത്ര ആയിരക്കണക്കിന് ആളുകൾ വന്ന് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുക. നിങ്ങളാണ് രക്ഷ എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് ഈ രാജ്യത്ത് ജനങ്ങൾ. സംസ്ഥാനങ്ങൾ വോട്ടാക്കാൻ പറ്റി എന്ന് മാത്രമേ ഉള്ളൂ, വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. അല്ല, വോട്ടാക്കുകയും പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്നൊരു വിജയം, ഒരു മാജിക്ക് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഭാരത് ജോഡോ യാത്ര.